ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഓഫ് വിസ്ഡം. ഇത് ഞാൻ പറയാൻ പോകുന്നുള്ളത് ബ്ലോക്ക് 2 ചാപ്റ്റർ 4 സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡൂയിങ് എ തിങ് കെയർഫുള്ളി ആൻഡ് തറോളി. സയൻറ്റിഫിക്കലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് തറോ ആയിട്ട് ചെയ്യുന്നതിനാണ് സയൻറ്റിഫിക്കലി എന്ന് പറയുക. ഇൻ ജനറൽ സെൻസ് സയൻറ്റിഫിക് മെത്തേഡ്സ് തുടങ്ങുന്നുള്ളത് ഒബ്സർവേഷൻ, ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുക. എക്സ്പെരിമെൻറ്റേഷൻ, അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് അനാലിസിസ് ഓഫ് ദ സെയിം, അതിനെ അനലൈസ് ചെയ്യാം. ദിസ് വിൽ ബി ഫോളോഡ് ബൈ ദ ഫോർമുലേഷൻ ഓഫ് തിയറി ആൻഡ് ദെൻ ലോസ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുള്ളത് തിയറിയാണ്, അതിൽ നിന്ന് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കും. ഇതാണ് സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ തിങ്ങിനെയോ ഏതെങ്കിലും ഒരു സന്ദർഭത്തെയോ അതിൻ്റെ പാറ്റേണിനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഇൻഡക്ഷനിലൂടെയും ഡിഡക്ഷനിലൂടെയും നമുക്കിത് ചെയ്യാം. ഇൻഡക്ഷനിലൂടെ വി അറൈവ് അറ്റ് ഡെഫിനീഷൻസ്, ഡിഡക്ഷനിലൂടെ വി അറൈവ് അറ്റ് ഡെമോൺസ്ട്രേഷൻസ്. ഇൻഡക്ഷനിൽ നിർവചനം കിട്ടുന്നുണ്ട്, ഡിഡക്ഷനിൽ തെളിവുകളാണ് കിട്ടുന്നുള്ളത്. അപ്പം സയൻസിന് മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഇത് രണ്ടെണ്ണമാണ്, നിർവചനം കിട്ടുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ തെളിവ് കിട്ടുക എന്നുള്ളത്. ഇൻ ദ എബോവ് സെൻസ് സയൻസിന് പ്രധാനമായും 2 രീതികളാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ, സെക്കൻഡ് വൺ ഡിഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ചില പാറ്റേണുകൾ കണ്ടിട്ട് പ്രൊബാബിലിറ്റീൻ്റെ ബേസിസിൽ ഒരു പൊതുവായ നിഗമനം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു പൊതുവായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രസ്താവനകളുടെ ഘടനയെ ആശ്രയിച്ചിട്ട് ഉറപ്പുള്ള നിഗമനം കൊണ്ടുവരിക, ഉറപ്പുള്ള കൺക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊബാബിലിറ്റീൻ്റെ ബേസിസിൽ കൺക്ലൂഷൻ കൊണ്ടുവരാം. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടുള്ള ബേസിസിൽ ഷുവറായിട്ടുള്ള കൺക്ലൂഷൻസ് കൊണ്ടുവരാം. മോഡൽ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻഡക്ഷൻ ഇൻ സയൻസും ഹൗ ഡസ് സയൻസ് യൂസ് ഡിഡക്റ്റീവ് റീസണിങ്ങും. ഇത് രണ്ടുമാണ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സയൻസിന് ഓൾവേസ് ക്ലെയിം എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോജിക്. സയൻസ് എന്നുള്ളത് ഹിസ്റ്റോറിക്കലി മതത്തോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ശാസ്ത്രം എന്നുള്ളത് ലോജിക്കൽ പ്രവർത്തനമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആർ കൺസിഡേർഡ് ആസ് നോട്ട് പാർട്ട് ഓഫ് ദി ലോജിക്. ദസ് ദേ ആർ ഓഫൻ കോൺട്രാസ്റ്റഡ് വിത്ത് ദ സയൻസ്. അതുകൊണ്ട് തന്നെ അവ ശാസ്ത്രത്തോട് പലപ്പോഴും വിപരീതമായി കാണപ്പെടുന്നുണ്ട്. അതായത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇസ് കോൺട്രാസ്റ്റഡ് വിത്ത് സയൻസ്, അത് സയൻസിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ലോജിക്. That is to say, in the art and literature, we do not follow the above mentioned scientific method. ആർട്ടിലും ലിറ്ററേച്ചറിലും ഒരു സയൻറ്റിഫിക് മെത്തേഡും ഫോളോ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സയൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ലോജിക്. അടുത്തതായി പറയുന്നുള്ളത് സയൻസ്, ലോജിക് ആൻഡ് ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ടാണ്. ടു എക്സ്പ്ലെയിൻ ദ വേൾഡ് ദ ഡിസ്കവറി ഓഫ് മോഡേൺ സയൻസ് എന്ന പുസ്തകത്തിൽ നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള സയൻറ്റിസ്റ്റ് സ്റ്റീവൻ വെൻബർഗ് ശാസ്ത്രത്തെക്കുറിച്ചിട്ടും മതം, തത്വചിന്ത, ടെക്നോളജി, കവിത, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളും തമ്മിലുള്ള സഹകരണവും കോമ്പീറ്റിങ്ങും അതിൻ്റെ ഒപ്പോസിങ്ങും ഏറ്റുമുട്ടലുകളും വിശകലനം ചെയ്യുന്നുണ്ട്. ഇൻഫാക്റ്റ് സയൻസ് എന്നുള്ളത് ആസ് ക്രിയേറ്റീവ് ആസ് ലിറ്ററേച്ചർ ആർട്ട്, ആർട്ടും ലിറ്ററേച്ചറും പോലെ തന്നെ ഇതും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കല തന്നെയാണ്. പക്ഷേ ഈ ഒരു കല ശരിയാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ ലോജിക്കിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് മാത്രം. പക്ഷേ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അതിനെ ശരി എന്ന് പറയാൻ ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഇവിടെ സയൻസിൽ ആർട്ടും ലിറ്ററേച്ചറും പോലെ തന്നെ അതും എന്താണ്, ഒരു കലയാണ്. പക്ഷേ ഇത് ശരിയാണെന്ന് പറയാൻ ലോജിക്ക് അത്യാവശ്യമാണ്. As we have seen, there are many types of logic. Science appears to be an exemplar of logical analysis. സയൻസ് എന്നുള്ളത് ലോജിക്കൽ അനാലിസിസിൻ്റെ ഒരു എക്സാംപ്ലറാണ്, മാതൃകയാണ്. ബിക്കോസ് ദ മെത്തഡോളജി ഓഫ് സയൻസ് ഈസ് റിലേറ്റഡ് ടു ഐഡിയാസ് സച്ച് ആസ് ഒബ്ജക്റ്റിവിറ്റി, ട്രൂത്ത്, ലോസ് ആൻഡ് റാഷണാലിറ്റി. സയൻസ് എന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലി ലിങ്ക്ഡ് ടു ലോജിക് ത്രൂ ഇറ്റ്സ് യൂസ് ഓഫ് മാത്തമാറ്റിക്സ്. മാത്സ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു പാർട്ടാണ്. സോ മാത്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലോജിക്ക് തന്നെയാണ്.
സോ എന്ത് പറയാം, സയൻസും ലോജിക്കും തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയാം. മാത്സിൽ സിംബോളിക് ലോജിക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. സയൻസിലുള്ള ലോജിക് ഡിഡക്റ്റീവ് റീസണിങ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളത്. സയൻസ് ഓൾസോ ഡ്രോസ് അപ്പോൺ ഇൻഡക്റ്റീവ് ആൻഡ് അബ്ഡക്റ്റീവ് റീസണിങ്. സയൻസിൽ ഇൻഡക്ഷന് മാത്രമല്ല ഉള്ളത്, അബ്ഡക്ഷനും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഒബ്സർവേഷൻ്റെ ബേസിസിലാണ് ഓരോ തിയറീസും സയൻസിൽ വരുന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നുള്ള സമയത്ത് ലോജിക്കൽ പ്രോസസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഹൈപ്പോത്തസിസ്, സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലങ്ങൾ ഡിഡക്ഷൻ വഴി തെളിയിക്കുകയുമാണ് ഈ ഒരു തിയറി മേക്കിങ്ങിൽ അവർ ചെയ്യുന്നുള്ളത്. ലോജിക് എന്നുള്ളത് ഈസ് ഓൾസോ മാനിഫെസ്റ്റഡ് ഇൻ ദ റിലേഷൻസ് ബിറ്റ്വീൻ തിയറീസ് ആൻഡ് ഒബ്സർവേഷൻസ്. മെനി സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലോസ് ആർ ഇംപ്ലിക്കേഷൻസ്. ഇതിൽ സയൻറ്റിഫിക് ലോസിലും സ്റ്റേറ്റ്മെൻറ്റ്സിലും ഇംപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കാരണത്തിൻ്റെ ഫലപ്രസ്താവനകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പീസ് ഓഫ് ലിറ്റ്മസ് പേപ്പർ ആസിഡിലേക്ക് മുക്കിയാൽ അത് പിങ്ക് കളറാവും എന്നുള്ളത് ഒരു കാരണത്തിൻ്റെ ഫലപ്രസ്താവനയാണ്, ഒരു ഇംപ്ലിക്കേഷൻ ആണ്. അതാണ് എക്സാമ്പിൾ. അടുത്തതായി പറയുന്നുള്ളത് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഇൻ സയൻസ്. സയൻസ് എക്സ്റ്റെൻസീവ്ലി യൂസസ് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് വെൽ. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു പന്ത് മുകളിലേക്ക് എറിയുമ്പോൾ അത് താഴേക്ക് വീഴും. നാം ഇതിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എപ്പം അത് മേലേക്ക് എറിഞ്ഞാലും അതെന്ത് ചെയ്യും, താഴേക്ക് വരും. ഇന്നലെയും അത് സംഭവിച്ചിട്ടുണ്ട്, മിനിഞ്ഞാന്നും സംഭവിച്ചിട്ടുണ്ട്, ഇന്നും സംഭവിച്ചിട്ടുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. ഇവയൊക്കെ പ്രത്യേക സംഭവങ്ങൾ ഇതിൽ നിന്ന് പൊതുവായ നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് പന്ത് എപ്പം മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് വരും. സോ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. വേറൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. സൂര്യന് കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നുള്ളത്. നാം പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഈ പല സംഭവങ്ങളിൽ നിന്ന് ശാസ്ത്രം പൊതുവായി പറയുന്നുണ്ട് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്നുള്ളത്. സോ ദിസ് ഈസ് ആൻ ഇൻഡക്ഷൻ ഇൻഫറൻസ്. We also make inductive inference when we draw conclusions about all members of a class from some observed members. ചില ആൾക്കാരെ പഠിച്ചിട്ട് എല്ലാ ആൾക്കാർക്കും ഒന്നിച്ചിട്ട് കൺക്ലൂഷൻ കൊടുക്കുന്നതും ഈ ഒരു ഇൻഡക്റ്റീവ് ഇൻഫറൻസിൽ പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഫ്രം ടേസ്റ്റിംഗ് 1 drop ഓഫ് സീ വാട്ടർ. കുറച്ച് ഈ സീൻ്റെ വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തായി, സോൾട്ടി ആയി. സോ ആ മൊത്തം വെള്ളം എന്താണ്, സോൾട്ടി ആണെന്നാണ് നമ്മൾ പറയുന്നുള്ളത്. അപ്പം കുറച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്പം മൊത്തത്തിലേക്ക് നമ്മൾ കൺക്ലൂഷന് കൊടുത്തു. ഇങ്ങനെയും ഇൻഡക്റ്റീവ് ഇൻഫറൻസിൽ നടക്കുന്നുണ്ട്. ഇൻഡക്റ്റീവിൻ്റെയും ഡിഡക്റ്റീവിൻ്റെയും ഡിഫറൻസ് ആണ് പറയുന്നുള്ളത്. വി ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ഇൻ ദ മാനർ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞത് നോൺ ആംപ്ലിയേറ്റീവ് ഇൻഫറൻസ് ആണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിയേറ്റീവ് ഇൻഫറൻസ് ആണ്. നോൺ ആംപ്ലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നിഗമനത്തിൽ പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ഇതാണ് ഡിഡക്റ്റീവ്. അതിലൊന്നും നമുക്ക് എക്സ്ട്രാ ചേർക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഇൻഡക്റ്റീവിൻ്റെ ആംപ്ലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനിൽ പ്രിമൈസുകൾ അധികം കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ആംപ്ലിയേറ്റീവ് എന്നുള്ളത്. ഇൻ ആംപ്ലിയേറ്റീവ് ഇൻഫറൻസ് ദ കൺക്ലൂഷൻ കണ്ടെയ്ൻസ് മോർ ദാൻ വാട്ട് ഈസ് ഇൻ ദ പ്രിമൈസസ്. ആംപ്ലിയേറ്റീവിൽ പ്രിമൈസസിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നിഗമനത്തിൽ വരുന്നുണ്ട്, കൺക്ലൂഷനിൽ വരുന്നുണ്ട്. ഇതാണ് ആംപ്ലിയേറ്റീവ് എന്നുള്ളത്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ വേഴ്സസ് deduction. This is important for the exam. That's all about today's class. Thank you all. Bye. Please like, share and subscribe.